ഞാനിതിന്റെ അടിക്കൂടെയാണ് പോകുന്നത്. കല്ലിലിങ്ങനെ ഉരച്ചുങ്ങളുടെ നാട്ടുമാമാണ് കേട്ടോ. നല്ല സൂപ്പർ കിടക്കാച്ചി മാങ്ങയാണ്, ഒരു രക്ഷയില്ലാത്ത സാധനം. ഞാനാണെങ്കിൽ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട് മാങ്ങ വല്ലതും കിടപ്പുണ്ടോയെന്ന്, പക്ഷേ ഇല്ല. പിന്നെ ഞങ്ങളുടെ മാങ്ങ മൊത്തം ഈ കാനയ്ക്കകത്തോട്ടാണ് കേട്ടോ വീഴുന്നത്. നിങ്ങളുടെ അവിടെ കാനയെന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ആണെങ്കിൽ ഫുള്ള് പാറയാണ്, ഇതിനകത്തൂടെ ഇറങ്ങിപ്പോകാൻ നല്ല പാടാണ്. ഇതിനിടയ്ക്കൊന്ന് മാങ്ങ പെറുക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും പാടാണ്. സോ എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫൈനലി എനിക്ക് ഒരു മാങ്ങ കിട്ടി ഗൈസ്. അങ്ങനെ തപ്പി നടന്ന് ഫൈനലി ഒരു മാങ്ങ കിട്ടി. ഒരു മാങ്ങ കിട്ടി. ഓ മൈ ഗോഡ് ഗൈസ്, ഞാനിതിൻ്റെ അടിക്കൂടെയാണ് പോകുന്നത്. ഒരു പന ഇങ്ങനെ പെടന്ന്. യെസ്, ആയിക്കോട്ടെ. നദർ ഇതൊരു പ്രത്യേകതരം നാട്ടുമാവാണ് കേട്ടോ. ഇത് ഇത്ര വലിപ്പമുള്ള നാട്ടുമാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കുന്നത്? ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ പച്ച മാങ്ങ വരെ തിന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു പൊടിയില്ലെന്നുള്ളതാണ്. ഇത് മധുരമാണെന്നറിയാവോ, അടിപൊളി. ഇവിടെ ഇറങ്ങി മാങ്ങ പെറുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചാവുന്നുണ്ട് ചില സമയത്ത്. ഇപ്പം ഇടുന്ന ഈ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ എടുത്ത് നോക്കുമ്പോഴത്തേനുണ്ടല്ലോ എനിക്കിത് ഭയങ്കര ക്രിഞ്ചായിട്ട്. പോകെ സംസാരം ശരിയാകുമായിരിക്കും. പണ്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്ന മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ ചൊനയില്ലേ, ഈ ചൊന വരുന്ന ഭാഗം നമ്മളിങ്ങനെ കല്ലിലിങ്ങനെ വരയ്ക്കും. അതിൻ്റെ ചൊന വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നന്നായിട്ട് സാപ്പിടും. നമ്മളില്ലേണ്ടോ ഒടുക്കത്തെ ടേസ്റ്റാണ്. സാധാരണ ടൈപ്പ് കുഞ്ഞു നാട്ടുമാങ്ങയില്ലേ, അതുപോലത്തെ മാങ്ങ അല്ല ഇവിടുത്തെ. ഇതൊരു വേറൊരു പ്രത്യേകതരം മാങ്ങ. ഭയങ്കര ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, പച്ചമാങ്ങയ്ക്ക് ഒരു തുള്ളി പോലും പുളിയില്ല. അപ്പം ഞാൻ കഴിക്കട്ടെ.